നമസ്കാരം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമ്മള് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഫോക്കസ് ഏരിയയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. +1 കെമിസ്ട്രിയുടെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ 7 ചാപ്റ്ററുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതോടൊപ്പം ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. നമുക്കിനി ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ അവശേഷിക്കുന്നത് വെറും 6 ചാപ്റ്ററുകൾ മാത്രമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് മുതൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി ഒരു വലിയ ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ വലിയ 2-3 ചാപ്റ്ററുകളിലെ ഏറ്റവും വലിയൊരു ചാപ്റ്റർ ആയിരുന്നു കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഫോക്കസ് ഏരിയ വന്നപ്പോൾ അതിലെ പോർഷൻസ് മുഴുവൻ വെട്ടിക്കുറച്ചു. വളരെ ലളിതമായിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ളൂ. കെമിക്കൽ ബോണ്ടിങ്ങിൽ VSEPR തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആൾറെഡി നമ്മൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. VSEPR തിയറി വഴി എങ്ങനെയാണ് ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ കാണുക, അത് ഉപയോഗപ്പെടുത്തുക. ക്ലാസ്സുകളിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. സോ മാക്സിമം നിങ്ങൾ ക്ലാസ്സുകൾ കാണുക. ഇതുവരെ ചെയ്ത ക്ലാസ്സുകളുടെ എല്ലാ ലിങ്കുകളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നമുക്കിന്ന് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് കെമിക്കൽ ബോണ്ടിങ്ങിന്റെ വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് VB തിയറിയാണ്. VB തിയറിയുടെ ഫുൾ നെയിം എന്താണ്? വാലൻസ് ബോണ്ട് തിയറി. ഈ തിയറി കണ്ടുപിടിച്ചത് ലണ്ടൻ, ഹെയ്റ്റ്ലർ തുടങ്ങിയ 2 സയന്റിസ്റ്റുകളാണ്. HEITLOR. അപ്പോ ലണ്ടനും ഹെയ്റ്റ്ലറൂടെ ചേർന്നാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ആ പേര് പറയുന്നത് പോലെ തന്നെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് VB തിയറി എന്ന് പറയുന്നത്. VB theory states that the electrons present in the valence shell or outermost shell take part in chemical bonding and it will result in the formation of molecules. അപ്പോൾ മോളിക്യൂളുകൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞു തരുന്ന ഒരു തിയറിയാണ് എന്ന് പറയുന്നത് വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്നത്. വാലൻസ് ബോണ്ട് തിയറി കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്? ലണ്ടനും ഹെയ്റ്റ്ലർ എന്ന് പറയുന്ന 2 സയന്റിസ്റ്റ് ആണ് വാലൻസ് ബോണ്ട് തിയറി കണ്ടുപിടിക്കുന്നത്. വാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂള് ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വാലൻസ് ബോണ്ട് തിയറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെ ആ ഒരു മോളിക്യൂളിന്റെ ഫോർമേഷൻ എടുത്താണ്. H2 എന്ന് പറയുന്ന മോളിക്യൂൾ, ഹൈഡ്രജൻ എന്ന് പറയുന്ന മോളിക്യൂളിനെ എടുത്താണ് വാലൻസ് ബോണ്ട് തിയറി എന്താണ് എന്ന് എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും വിശദീകരിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാം. എങ്ങനെയാണ് ഹൈഡ്രജൻ മോളിക്യൂള് ഉണ്ടാവുന്നത്? ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവുമ്പോൾ എനർജിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? ഇതെല്ലാമാണ് നമ്മൾ ഏത് തിയറിയിൽ ഡിസ്കസ് ചെയ്യുന്നത്? VB തിയറി അല്ലെങ്കിൽ വാലൻസ് ബോണ്ട് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജന്റെ മോളിക്യൂളിന്റെ ഫോർമുല H2 എന്നാണ്. ഹൈഡ്രജന്റെ മോളിക്യൂൾ ഉണ്ടാവുന്നത് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ്. 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്നാണ് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. അതിന് ചുറ്റും ആര് കറങ്ങുന്നുണ്ട്? ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട്, അല്ലെ? അടുത്തൊരു ഹൈഡ്രജൻ ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആ ഹൈഡ്രജനും ഒരു പോസിറ്റീവ് ന്യൂക്ലിയസ് ഉണ്ട്. അതിനു ചുറ്റും ആര് കറങ്ങുന്നുണ്ട്? ഒരു ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട്. രണ്ടും ഏകദേശം ഒരേ ഷേപ്പാണ്. വരച്ചപ്പോൾ ഒന്ന് വലുതും ഒന്ന് ചെറുതുമായി പോയതാണ്. ഒരു പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഉണ്ട്, അതിലും എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോണിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. ന്യൂക്ലിയസിന് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. അപ്പോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തേക്ക് വരുന്ന സമയത്ത്, അപ്പോൾ ഞാൻ തിരിച്ചറിയാൻ വേണ്ടി ആദ്യത്തെ ഹൈഡ്രജൻ ആറ്റത്തിനെയും രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിനെയും തിരിച്ചറിയാൻ വേണ്ടി ആദ്യത്തെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ HA എന്നും ഇലക്ട്രോണിനെ EA എന്നും കാണിക്കാം. രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ HB എന്നും ഇലക്ട്രോണിനെ എന്തെന്നും കാണിക്കാം? EB എന്നും കാണിക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയേ, 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തേക്ക് വരുന്ന സമയത്ത്
അവിടെ ചില അട്രാക്ഷനുകളും റിപ്പൽഷനുകളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്നാണ് എന്താവുന്നത്? ഹൈഡ്രജൻ മോളിക്യൂൾ ആവുന്നത്. അപ്പൊ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ വളരെ വളരെ ദൂരെ നിൽക്കുകയാണ്. ആ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തേക്ക് വന്ന് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ പരസ്പരം ചേരുന്നു. അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവുന്നത്. ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തേക്ക് വരുന്ന സമയത്ത് അവയ്ക്കിടയിൽ ചില അട്രാക്ഷനുകളും അതേപോലെ ചില റിപ്പൽഷനുകളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തേക്ക് വരുന്ന സമയത്ത് അവയിലെ പാർട്ടിക്കിളുകൾ തമ്മിൽ ചില അട്രാക്റ്റീവ് ഫോഴ്സുകളും ചില റിപ്പൾസീവ് ഫോഴ്സുകളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെ തമ്മിൽ എപ്പോഴും അട്രാക്ഷൻ നടക്കുന്ന ഏതൊക്കെ തമ്മിലാണ്? പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ തമ്മിലാണ് അട്രാക്ഷൻ നടക്കുന്നത്. അപ്പോ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഇതൊരു ഹൈഡ്രജൻ ആറ്റമാണ്, ഇതൊരു ഹൈഡ്രജൻ ആറ്റമാണ്. രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഏതൊക്കെ തമ്മിൽ അട്രാക്ഷൻസ് വരാം? ഒന്നുകിൽ ഇതിന്റെ ന്യൂക്ലിയസ് ഇതിന്റെ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്തിരിക്കാം, അതായത് HAയും EAയും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ രണ്ടാമത്തതിലെ ന്യൂക്ലിയസും അതിലെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ ഉണ്ടാകും. കാരണം ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോണിന് എന്ത് ചാർജ് ആണ്? നെഗറ്റീവ് ചാർജ്. അപ്പൊ ഈ ന്യൂക്ലിയസും ഈ ഇലക്ട്രോണും തമ്മിൽ അട്രാക്ഷൻ വരാം. HBയും EBയും തമ്മിൽ അട്രാക്ഷൻ വരാം. ഇനി വേറെ എന്ത് സംഭവിക്കാം? ആദ്യത്തേതിലെ ന്യൂക്ലിയസും രണ്ടാമത്തതിലെ ഇലക്ട്രോണും തമ്മിൽ അട്രാക്ട് ചെയ്യാം, അതായത് HAയും EBയും തമ്മിൽ അട്രാക്ട് ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത്തതിലെ ന്യൂക്ലിയസും ആദ്യത്തിലെ ഇലക്ട്രോണും അട്രാക്ട് ചെയ്യാം. രണ്ടാമത്തതിലെ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ HB ആണ്, ആദ്യത്തിലെ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഏതാണ്? EA ആണ്. അപ്പോൾ ഇത്രയും അട്രാക്ഷൻസ് എവിടെ പോസിബിൾ ആണ്? രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തേക്ക് വരുന്ന സമയത്ത്, രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തേക്ക് വരുന്ന സമയത്ത് എന്തിനു വേണ്ടി? ഹൈഡ്രജൻ മോളിക്യൂളായി മാറാൻ വേണ്ടി അടുത്ത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ 4 ടൈപ്പ് അട്രാക്ഷൻസ് വരുന്നുണ്ട്. ഒന്നുകിൽ ആദ്യത്തെ ആറ്റത്തിന്റെ ഒന്നും കൂടെ ഞാൻ ആ പടം ഒന്നും കൂടെ വ്യക്തമായിട്ട് വരയ്ക്കാം. ആദ്യത്തെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ എന്തെന്നെടുത്തു? HA എന്നെടുത്തു. അതിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണിനെ എന്തെന്നെടുത്തത്? EA എന്നെടുത്തത്. ഇനി രണ്ടാമത്തെ ഹൈഡ്രജന്റെ ന്യൂക്ലിയസിനെ HB എന്നും അതിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണിനെ എന്തെന്നുമാണ് എടുത്തത്? EB എന്നും എടുത്തത്. സോ അട്രാക്ഷൻസ് HAയും EAയും തമ്മിൽ അട്രാക്ഷൻ വരാം, HBയും EBയും തമ്മിൽ അട്രാക്ഷൻ വരാം, അല്ലെങ്കിൽ HA പോയി EB അട്രാക്ട് ചെയ്യാം, HB പോയി EA അട്രാക്ട് ചെയ്യാം, അല്ലെ? ഈ 4 അട്രാക്ഷൻസ് മാത്രമേ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി ഇവിടെ ഉണ്ടാവുന്ന റിപ്പൽഷൻസ് ഏതൊക്കെയാ? ഏതൊക്കെ തമ്മിലായിരിക്കും റിപ്പൽഷൻ വരുന്നത്? സെയിം ചാർജുകൾ തമ്മിലല്ലേ റിപ്പൽഷൻ വരുന്നത്? ഇവിടുത്തെ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, ഇവിടുത്തെ ഇലക്ട്രോണിനും നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ആറ്റങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ അവയുടെ ഇലക്ട്രോണുകളും അടുത്തടുത്ത് വരുന്നുണ്ട്. സോ EAയും EBയും അടുത്തടുത്ത് വരുമ്പോൾ അവയ്ക്കിടയിൽ ഒരു റിപ്പൽഷൻ ഉണ്ടാവാം. സോ റിപ്പൾസീവ് ഫോഴ്സിൽ ആദ്യത്തത് ഏതായിരിക്കും? റിപ്പൽഷൻ ബിറ്റ്വീൻ EA ആൻഡ് EB ആയിരിക്കും. രണ്ടാമത്തെ റിപ്പൽഷൻ ഏതായിരിക്കും? രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തേക്ക് വരുന്ന സമയത്ത് ആദ്യത്തേതിലെ ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ് ആണ്, രണ്ടാമത്തേതിലെ ഹൈഡ്രജനും പോസിറ്റീവ് ചാർജ്. ഇവർ അടുത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ന്യൂക്ലിയസും തമ്മിൽ എന്ത് സംഭവിക്കാം? റിപ്പല് ചെയ്യാം. അപ്പോ HAയും HBയും തമ്മിൽ എന്ത് സംഭവിക്കാം? റിപ്പൽഷൻ സംഭവിക്കാം. നോക്കുക, രണ്ട് ആറ്റങ്ങളുടെ ഇലക്ട്രോണുകൾ തമ്മിൽ റിപ്പൽ ചെയ്യാം, രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിൽ റിപ്പൽ ചെയ്യാം, അതേപോലെ ആറ്റത്തിന്റെ ന്യൂക്ലിയസുകളും ഇലക്ട്രോണുകളും തമ്മിൽ എന്ത് ചെയ്യാം? അട്രാക്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഹൈഡ്രജൻ ആറ്റവും വേറൊരു ഹൈഡ്രജൻ ആറ്റവും ചേർന്ന്, ഒരു ഹൈഡ്രജൻ ആറ്റവും വേറൊരു ഹൈഡ്രജൻ ആറ്റവും ഇങ്ങനെ ചേർന്ന് എന്തായി മാറുന്നു? H2 എന്ന് പറയുന്ന മോളിക്യൂളായി മാറുന്ന സമയത്ത് അവിടെ എന്തൊക്കെ ഉണ്ട്? ചില അട്രാക്ഷൻസും 4 അട്രാക്ഷൻസും അതേപോലെ തന്നെ 2 റിപ്പൽഷൻസും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴാണോ ഈ അട്രാക്റ്റീവ് ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡ്, VB തിയറി പറയുന്നത് ഇങ്ങനെയാണ്, എപ്പോഴാണോ ഈ അട്രാക്റ്റീവ് ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അവയുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അവയുടെ അളവ് റിപ്പൾസീവ് ഫോഴ്സസിന്റെ മാഗ്നിറ്റ്യൂഡിനെക്കാളും കൂടുന്നത്, എപ്പോഴാണോ അട്രാക്റ്റീവ് ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡ് റിപ്പൾസീവ് ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡിനെക്കാളും കൂടുന്നത്, അപ്പോഴാണ് എന്ത് നടക്കുന്നത്? ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. സോ ബോണ്ട് ഫോർമേഷൻ എപ്പോഴാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, bond formation occurs when attractive forces operating between the hydrogen atom is overweighing the value of repulsive forces. അട്രാക്ഷൻ കൂടിയാലല്ലേ ഹൈഡ്രജനും ചേർന്ന് H2 ആയിട്ട് ഇരിക്കത്തുള്ളൂ. റിപ്പൾഷൻ ആണ് കൂടുതലെങ്കിൽ ഹൈഡ്രജൻ ദൂരെയല്ലേ ഇരിക്കത്തുള്ളൂ. അത്രേ ഞാൻ പറഞ്ഞു. നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അന്ന് ലണ്ടനും ഹൈറ്റ്ലറോട് ചേർന്ന് VB തിയറി എന്ന് പറയുന്ന തിയറി വഴി പറഞ്ഞത്. ക്ലിയർ ആണ്? അപ്പൊ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങള്
അടുത്തേക്ക് വരുമ്പോൾ അവിടെ അട്രാക്റ്റീവ് ഫോഴ്സുകൾ ഉണ്ടാവുന്നുണ്ട്, റിപ്പൾസീവ് ഫോഴ്സുകൾ ഉണ്ടാവുന്നുണ്ട്. എപ്പോഴാണോ അട്രാക്റ്റീവ് ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അളവ് റിപ്പൾസീവ് ഫോഴ്സിനെക്കാളും കൂടുന്നത്, അപ്പോഴാണ് ഹൈഡ്രജനും കൂടെ ചേർന്ന് എന്താവുന്നത്, H2 എന്ന് പറയുന്ന മോളിക്യൂൾ ആകുന്നു. ഇതാണ് BB തിയറി പറയുന്ന ഒന്നാമത്തെ പോയിന്റ്. ക്ലിയർ ആണ്? ഇനി രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ദൂരെ ഇരിക്കുകയാണെന്ന് വെച്ചു. ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അതിനൊരു ന്യൂക്ലിയസ് ഉണ്ട്, HEയും ഇലക്ട്രോണിനെ നമ്മൾ എന്തെന്ന് കാണിക്കുന്നു, EA എന്ന് കാണിക്കുന്നു. ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അതിന്റെ ന്യൂക്ലിയസിനെ HB എന്നും അതിലുള്ള ഇലക്ട്രോണിനെ എന്തെന്ന് കാണിക്കുന്നു, EB എന്നും കാണിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൂരെ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ നിൽക്കുന്ന സമയത്ത് അവയുടെ എനർജി എന്ന് പറയുന്നത്, ഊർജം എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. So when the hydrogen atoms are placed far away from each other, രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളെ ദൂരെ വെച്ച് കഴിഞ്ഞാല് ആ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളുടെയും എനർജി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതായത് ഇതിന്റെ എനർജിയും കൂടുതലായിരിക്കും, ഇതിന്റെ എനർജിയും കൂടുതലായിരിക്കും. പക്ഷേ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തേക്ക് വരുന്ന സമയത്ത് അവയുടെ എനർജി കുറയും. കാരണം എന്താ? എപ്പോഴും ആറ്റങ്ങൾ മോളിക്യൂളുകളാവുന്ന സമയത്ത് എനർജി കുറച്ച് സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾ വിദൂരതയിൽ നിൽക്കുന്ന സമയത്ത് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എനർജി വളരെ കൂടുതലും, ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തേക്ക് വരുന്ന സമയത്ത് അവയുടെ എനർജി എന്ത് ചെയ്യുകയും ചെയ്യും, കുറയുകയും ചെയ്യും. എപ്പോഴാണോ ഏറ്റവും അടുത്ത് വരുന്നത് അപ്പോൾ ഏറ്റവും മിനിമം എനർജി ആയിരിക്കും. ആ എനർജി ദൂരെ നിൽക്കുമ്പോൾ എനർജി കൂടുതലാണ്, അടുത്തേക്ക് വരുമ്പോൾ എനർജി കുറയും. ഇവിടെ എത്തി, ഇവിടെ ആറ്റങ്ങൾ ഞാൻ ചെയ്യുന്ന രീതിയിലേക്ക് നോക്കുക. ഇവിടെ ഈ ഒരു പൊസിഷനിൽ എത്തിയപ്പോൾ ആറ്റങ്ങളുടെ ഓർബിറ്റലുകൾ ഒരു ഓർബിറ്റൽ മറ്റൊരു ഓർബിറ്റലുമായി ഓവർലാപ്പ് ചെയ്തു അല്ലെങ്കിൽ കൂടിച്ചേർന്നു, അല്ലെ? ഒരു ഓർബിറ്റൽ വേറൊരു ഓർബിറ്റലുമായി എന്ത് ചെയ്തു, കൂടിച്ചേർന്നു, ഓവർലാപ്പ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബോണ്ട് ഉണ്ടാകുന്നു. ആ ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത്, അതായത് രണ്ട് ഓർബിറ്റലുകൾ ദൂരെ നിൽക്കുന്നു, അടുത്തേക്ക് വരുന്നു. ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ഒരു ഓർബിറ്റലിന്റെ മുകളിൽ കൂടി, ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഓർബിറ്റലിന്റെ മുകളിൽ കൂടി അടുത്ത ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഓർബിറ്റൽ വന്ന് ഒന്നിന് മുകളിൽ ഒന്നായി കിടക്കും. അതിനെയാണ് നമ്മൾ ഓവർലാപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ, അവിടെയാണ് എന്തുണ്ടാവുന്നത്, കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത് ഉണ്ടാവും. ഓർത്തോണം, BB തിയറി പറയുന്ന അടുത്ത പോയിന്റ് ഇതാണ്. BB തിയറി പറയുന്ന ഒന്നാമത്തെ പോയിന്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ചില ഹൈഡ്രജൻ ആറ്റം എന്നല്ല, ഏത് ആറ്റം ആയാലും ഏറ്റവും സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് ഹൈഡ്രജൻ ആറ്റം വച്ച് അതങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ, വേറെ മീനിങ് ഒന്നുമില്ല. അപ്പൊ ഹൈഡ്രജൻ ആറ്റങ്ങൾ വിദൂരതയിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ എനർജി മാക്സിമം ആയിരിക്കും. പക്ഷേ അതിനെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എനർജി മിനിമം ആവുന്നു. ഒരു പർട്ടിക്കുലർ സമയത്ത് ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ബോണ്ട് ആവുന്നു, ഓവർലാപ്പ് ചെയ്യുന്നു. ആ ഓർബിറ്റലുകൾ ഒന്നിന് മുകളിൽ ഒന്നായി വന്ന് കിടക്കുന്നു, അതായത് ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നു എന്നർത്ഥം, കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത് ഉണ്ടാവുന്നു എന്നർത്ഥം. അപ്പൊ കെമിക്കൽ ബോണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ എനർജി എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും ആ ഒരു അവസ്ഥയിൽ. അതായത് ഇവിടെയൊക്കെ എനർജി മാക്സിമം ആയിരിക്കും, ഇവിടെ എനർജി മാക്സിമം ആണ്, എനർജി കുറയുന്നു. ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോഴേക്ക്, ഈ ഒരു പോയിന്റ് ഓഫ് ടൈമില് അതിന്റെ എനർജി എങ്ങനെയായിരിക്കും, മിനിമം ആയിരിക്കും. ഇനിയും ഹൈഡ്രജൻ ആറ്റങ്ങളെ അകത്തോട്ട് നമ്മൾ കൊണ്ടുവരുന്നു വിചാരിക്കുക. ഹൈഡ്രജൻ ആറ്റങ്ങളെ അകത്തോട്ട്, അതായത് ഉള്ളിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് ന്യൂക്ലിയസിന്റെ മുകളിൽ അടുത്ത ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കയറിയിരിക്കും, അല്ലെ? ഒരു ഹൈഡ്രജൻ ആറ്റം ഒരു ഹൈഡ്രജൻ ആറ്റം ഇവിടെയാണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. അടുത്ത ഹൈഡ്രജന്റെ ന്യൂക്ലിയസ് ഇതാണെന്ന് വിചാരിക്കുക. അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നിന് മുകളിൽ ഒന്നായി വന്നിരിക്കും അവസാനം, അല്ലെ? അതായത് ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസും അടുത്ത ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ത് ചെയ്യും, ഒന്നിന് മുകളിൽ ഒന്നായി വന്നിരിക്കും. അതിന്റെ ഫലമായിട്ട് റിപ്പൽഷൻ മാക്സിമം ആയിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഹൈഡ്രജൻ ആറ്റങ്ങൾ ദൂരെ ഇരിക്കുകയാണെങ്കിൽ, ഓൺലൈൻ വീഡിയോ ആയതുകൊണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള പരിമിതിയുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് വേണ്ടിയിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പല രീതികളിൽ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. വലിയൊരു കാര്യമൊന്നും ഇതിലില്ല. ആകെ പറയുന്ന എത്ര മാത്രം, ഹൈഡ്രജൻ ആറ്റം വിദൂരതയിൽ ഇൻഫിനിറ്റി. When hydrogen atoms are placed at infinity, they will have a maximum energy. When they come closer to form a bond, then their energy decreases. And the minimum energy ആവുമ്പോഴാണ് എന്താവുന്നത്, ആറ്റങ്ങൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് കൂടിച്ചേർന്ന് എന്തായി മാറുന്നു, ബോണ്ട് ആവുന്നു. ഇനിയും നമ്മൾ അതിനെ ഉള്ളിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ റിപ്പൽഷന്റെ അളവ് കൂടും. കാരണം രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ, ഒരു ഹൈഡ്രജൻ ആറ്റം, അതിൽ ഇലക്ട്രോൺ ഉണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതിന്റെ മുകളിൽ ഒരു ഹൈഡ്രജൻ ആറ്റം വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ മുകളിൽ നിങ്ങൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനോട് എടുത്ത് വയ്ക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്, അല്ലെ?
ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ മുകളിലാവും, ഇലക്ട്രോണിന് മുകളിലാവും. സോ മാക്സിമം റിപ്പൽഷൻ, ഒരേ ചാർജുകൾ അടുത്തടുത്ത് വന്നാൽ മാക്സിമം റിപ്പൽഷൻ ഉണ്ടാവുകയും ആ ബോണ്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു പ്രത്യേക പൊസിഷനിൽ മാത്രമേ എനർജി മിനിമം ആയിരിക്കത്തുള്ളൂ. ആ ഒരു സമയത്താണ് ബോണ്ട് ഉണ്ടാവുന്നത്. ഇനിയും നമ്മൾ ആറ്റങ്ങളെ ഉള്ളിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ അട്രാക്ഷന് പകരം റിപ്പൽഷൻ കൂടുകയും, റിപ്പൽഷൻ കൂടിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ വേർതിരിഞ്ഞ് ആ ഹൈഡ്രജൻ മോളിക്യൂൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് രണ്ട് കൺസെപ്റ്റുകളാണ്. ഹൈഡ്രജൻ ആറ്റങ്ങളെ വിദൂരതയിൽ ഇരിക്കുമ്പോൾ എനർജി കൂടുതൽ, അടുത്തേക്ക് വരുമ്പോൾ എനർജി കുറവ്, ഒരു പ്രത്യേക പൊസിഷനിൽ എത്തുമ്പോൾ ബോണ്ട് ഉണ്ടാവും, അവിടെ എനർജി വളരെ മിനിമം. പിന്നെ അടുത്തോട്ട് ഹൈഡ്രജൻ ആറ്റങ്ങളെ അകത്തോട്ട് കയറ്റി വരികയാണെന്നുണ്ടെങ്കിൽ റിപ്പൽഷൻ കൂടുമ്പോൾ എനർജി കൂടുകയും ആ ബോണ്ട് പൊട്ടി ഹൈഡ്രജൻ ആറ്റങ്ങൾ വേർതിരിയുകയും ചെയ്യും. ഇതാണ് ഏത് തിയറി പറയുന്നത്? വാലൻസ് ബോണ്ട് തിയറി അല്ലെങ്കിൽ VB തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്നു. വ്യക്തമായി മനസ്സിലാക്കുക. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടി, ആ ഒരു സെക്ഷൻ ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെയും എന്ത് ചെയ്യാൻ ശ്രമിക്കുക, കാണുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇനി അപ്പോ ഇവിടെ പറയുന്ന അടുത്ത പോയിന്റ്, ഒരു ഓർബിറ്റൽ അടുത്തൊരു ഓർബിറ്റലുമായി ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? കെമിക്കൽ ബോണ്ട് ഉണ്ടാവുന്നത്. രണ്ട് പോയിന്റുകളായി. ഹൈഡ്രജൻ ആറ്റങ്ങൾ ദൂരെ നിൽക്കുമ്പോൾ എനർജി വളരെ കൂടുതലായിരിക്കും. ഹൈഡ്രജൻ ആറ്റങ്ങൾ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഒരു ഓർബിറ്റലിന് മുകളിൽ വേറൊരു ഓർബിറ്റൽ വന്ന് ഓവർലാപ്പ് ചെയ്യുന്നു, ഒന്നിന് മുകളിൽ ഒന്ന് കൊണ്ടുവന്ന് കിടക്കുമ്പോൾ അപ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? കെമിക്കൽ ബോണ്ട് ഉണ്ടാവുന്നത്. ആ ബോണ്ട് ഉണ്ടാവുന്ന സമയത്താണ് ആ മോളിക്യൂളിന് മിനിമം എനർജി എന്ന് പറയുന്നത്. പിന്നെയും ആ ഹൈഡ്രജൻ ആറ്റങ്ങളെ അകത്തോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ന്യൂക്ലിയസിന്റെ മുകളിൽ ന്യൂക്ലിയസും ഇലക്ട്രോണിന്റെ മുകളിൽ ഇലക്ട്രോണും വരുന്നതിന്റെ ഫലമായിട്ട് റിപ്പൽഷൻ കൂടുകയും അതിന്റെ ഫലമായിട്ട് ആ മോളിക്യൂൾ തന്നെ പൊട്ടി, ആ ബോണ്ട് പൊട്ടി ആറ്റങ്ങൾ വേർതിരിഞ്ഞു മാറുകയും ചെയ്യും. ഇതാണ് ഏത് കൺസെപ്റ്റ് പറയുന്നത്? വാലൻസ് ബോണ്ട് തിയറി പറയുന്നത്. അപ്പൊ വാലൻസ് ബോണ്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. വാലൻസ് ബോണ്ട് തിയറി states the formation of a hydrogen molecule from hydrogen atoms. When the hydrogen atoms are placed far away from each other, they will experience a maximum energy. When they bring closer to each other, then the energy goes on decreases, and at a particular point the energy will be minimum, and the point at which the bond formed will have a minimum energy. Clear ആണ്? ഇനി കുറച്ചുകൂടെ, when the hydrogen atoms are more and more kept closer to each other, ഹൈഡ്രജൻ ആറ്റങ്ങളെ അകത്തോട്ട് പിന്നെയും നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ അട്രാക്ഷന് പകരം ഏത് കൂടും? റിപ്പൽഷൻ കൂടുകയും ഹൈഡ്രജൻ മോളിക്യൂൾ പൊട്ടി ഹൈഡ്രജൻ ആറ്റങ്ങളായി മാറുകയും ചെയ്യും. ഇതാണ് ഏത് തിയറി എന്ന് പറയുന്നത്? വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഈ ഒരു പർട്ടിക്കുലർ അവസ്ഥയിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് എപ്പോഴും ബോണ്ട് ഉണ്ടാവുമ്പോൾ, ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെച്ചിരിക്കണം, എപ്പോഴും ബോണ്ട് ഉണ്ടാവുന്ന സമയത്ത് എനർജി വളരെ 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 കുറവായിരിക്കും. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ബോണ്ട് ഉണ്ടാവുമ്പോൾ എനർജി മിനിമം ആയിരിക്കും. എനർജി മിനിമം ആയിരിക്കുമ്പോഴുള്ള ഹൈഡ്രജൻ ആറ്റങ്ങളുടെ സെന്ററുകൾ തമ്മിലുള്ള ദൂരമാണ് ബോണ്ട് ലെങ്ത്. അപ്പോൾ അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞു, ബോണ്ട് ലെങ്ത് അല്ലെങ്കിൽ R0 എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ട് ബോണ്ടിങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന ആറ്റങ്ങളുടെ സെന്ററുകൾ തമ്മിലുള്ള ദൂരമാണ് മീൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആവറേജ് ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. ബോണ്ട് ലെങ്ത് എന്ന് പറയുന്ന കേസിൽ അല്ലെങ്കിൽ ബോണ്ട് ഉണ്ടാവുന്ന കേസിൽ ആ മോളിക്യൂളിന്റെ എനർജി എങ്ങനെയായിരിക്കും? മിനിമം ആയിരിക്കും. അപ്പൊ ഇങ്ങനെയും പറയാം, ഒരു മോളിക്യൂളിന്റെ എനർജി മിനിമം ആയിരിക്കുമ്പോൾ ആറ്റങ്ങളുടെ സെന്ററുകൾ തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോണ്ട് ലെങ്ത് അല്ലെങ്കിൽ R0 എന്ന് വിളിക്കുന്നു. അപ്പൊ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഇവര് തന്നെ, ഈ സയന്റിസ്റ്റുകൾ തന്നെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ദാറ്റ് ഗ്രാഫ് ഈസ് കാൾഡ് പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം. സോ അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് PE ഡയഗ്രാം. അപ്പൊ എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇറ്റ് ഈസ് എ ഗ്രാഫ് ആവുമ്പോൾ ഉറപ്പായിട്ടും അതിനൊരു Y ആക്സിസ് ഉണ്ടാവും, അതേപോലെ തന്നെ അതിന് എന്ത് ആക്സിസ് ഉണ്ടാവും? ഒരു X ആക്സിസും ഉണ്ടാവും അല്ലെ? ഒരു Y ആക്സിസ് ഉണ്ടാവും. ഇത് ഒറിജിൻ ആണ്, ഇത് Y ആക്സിസ് ആണ്, ഇതെന്താണ്? X ആക്സിസ് ആണ്. Y ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് എനർജി, പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ എനർജിയാണ് എടുക്കുന്നത്. X ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ്. X ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് എന്താണ്? ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നോക്കുക, ഹൈഡ്രജൻ ആറ്റങ്ങൾ ദൂരെ ഇരിക്കുന്ന സമയത്ത് എനർജി മാക്സിമം ആയിരിക്കും.
ഹൈഡ്രജൻ ആറ്റങ്ങൾ ദൂരെ ദൂരെ ഇരിക്കുന്നു വെച്ചാൽ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? ന്യൂക്ലിയസ് ഇന്റർ എന്ന് വെച്ചാൽ ഇടയിൽ നിന്നാണ്. ന്യൂക്ലിയർ ഡിസ്റ്റൻസ് വെച്ചാൽ ന്യൂക്ലിയസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്. അതായത് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് വെച്ചാൽ ന്യൂക്ലിയസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്. നോക്കിയേ, ഹൈഡ്രജൻ ആറ്റങ്ങൾ ദൂരെ ദൂരെ ഇരിക്കുമ്പോൾ എനർജി കൂടുതൽ എന്നല്ലേ പറഞ്ഞേ? ദൂരെ ദൂരെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിന്റെ ന്യൂക്ലിയസും ഇതിന്റെ ന്യൂക്ലിയസും തമ്മിലുള്ള ദൂരവും എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഈസ് ഹൈ. അപ്പൊ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ന്യൂക്ലിയസുകൾ ദൂരെ ദൂരെ അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ ദൂരെ ദൂരെ ഇരിക്കുന്നു എന്ന് പറയാം. അതിന്റെ എനർജി കൂടുതലായിരിക്കും. സോ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഇവിടെ കുറവാണ്. ഇങ്ങനെ എക്സ് ആക്സിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്തോറും കൂടി കൂടി വരുവാണ്. ഇവിടെയൊക്കെ എത്തുമ്പോൾ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ആ ഒരു പോയിന്റിലെ എനർജിയും വളരെ കൂടുതലായിരിക്കും. ഇനി ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂക്ലിയസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ ഇത്രയേ ഉണ്ട്, ഇവിടെ ഇത്രയേ ഉള്ളൂ, ഇവിടെ ഇത്രയേ ഉള്ളൂ, ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ ഡിസ്റ്റൻസ് വളരെ മിനിമം ആയിരിക്കും അല്ലെ? അപ്പൊ ഡിസ്റ്റൻസ് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് അടുത്തേക്ക് വരുമ്പോൾ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് കുറയുന്നുണ്ട്. ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് കുറയുമ്പോൾ എനർജിയും കുറയും. കാരണം അടുത്തേക്ക് വന്ന് മോളിക്യൂൾ ആവുമ്പോൾ എനർജി മിനിമം ആവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ എനർജി ഇതിങ്ങനെ കുറഞ്ഞു വൃത്തിയായിട്ട് വരയ്ക്കാം. ശരിയായില്ല. എനർജി മാക്സിമം ആയിരിക്കും. അടുത്തേക്ക് വരുമ്പോൾ എനർജി എന്ത് ചെയ്യും? കുറയും. എനർജി കുറഞ്ഞ് ഒരു മിനിമം എത്തി അല്ലെ? ഈ മിനിമം എനർജി എത്തുമ്പോഴാണ് ബോണ്ട് ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആറ്റങ്ങൾ ദൂരെ ഇരിക്കുമ്പോൾ എനർജി വളരെ കൂടുതലായിരിക്കും. ആറ്റങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ ഡിസ്റ്റൻസ് ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും. അടുത്തേക്ക് വരുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ബോണ്ട് ഉണ്ടാവും. അപ്പൊ മിനിമം എനർജി ആയിരിക്കും. അപ്പൊ ദൂരെ ഇരിക്കും എനർജി കൂടുതൽ. അടുത്തേക്ക് വരുമ്പോൾ അകത്തേക്ക് വെച്ചാൽ എക്സ് ആക്സിൽ അകത്തേക്ക് കയറുക. ഓക്കെ, അപ്പൊ അകത്തേക്ക് വരുന്ന സമയത്ത് എനർജി കുറഞ്ഞ് എനർജിയാണ് വൈവല. എനർജി കുറഞ്ഞ് ഒരു മിനിമം എത്തും. ആ ഒരു പോയിന്റിലാണ് ബോണ്ട് ഉണ്ടാവുന്നത്. ബോണ്ട് ഉണ്ടാവുമ്പോഴുള്ള ന്യൂക്ലിയസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ബോണ്ട് ലെങ്ത്. സോ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോണ്ട് ലെങ്ത് അല്ലെങ്കിൽ R0 എന്ന് പറയും. അപ്പൊ ബോണ്ട് ഉണ്ടായിട്ട് പിന്നെയും ഈ ന്യൂക്ലിയസുകൾ അകത്തോട്ട് കൊണ്ടുവച്ച് എന്ത് പറ്റും? ന്യൂക്ലിയസുകൾ അകത്തോട്ട് കൊണ്ടുവച്ച് എന്ത് പറ്റും? റിപ്പൽഷൻ കൂടുമെന്ന് ഞാൻ പറഞ്ഞു, എനർജി കൂടുമെന്ന് പറഞ്ഞു. സോ പിന്നെയും അകത്തോട്ട് നമ്മൾ കയറുകയാണെങ്കിൽ, പിന്നെയും ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ ന്യൂക്ലിയസുകൾ ഇലക്ട്രോണുകൾ അടുത്ത് വരികയും റിപ്പൽഷൻ കൂടി പോവുകയും ചെയ്യും. സോ നോക്കിയേ, ആറ്റങ്ങൾ ദൂരെ ഇരിക്കുമ്പോൾ എനർജി മാക്സിമം ആയിരിക്കും അല്ലെ? പിന്നെ ആറ്റങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ എനർജി കുറഞ്ഞു ഇവിടെ ഒരു മിനിമം എത്തും. ആ മിനിമം എത്തുമ്പോൾ ഉള്ള ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ബോണ്ട് ലെങ്ത്. പിന്നെ അടുത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ന്യൂക്ലിയസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുറയും, പക്ഷേ എനർജി എന്ത് ചെയ്യും? കൂടിപ്പോകും. അതായത് ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ ആണ്? ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞ കൺസെപ്റ്റ്? അപ്പൊ ഈ പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം വരയ്ക്കാനും ഏത് തിയറി വഴിയാണ് നമ്മൾ വരയ്ക്കുന്നത്? ഈ വാലൻസ് ബോണ്ട് തിയറി വഴിയാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത്. അപ്പൊ ഈ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചെയ്യാമല്ലോ. വാലൻസ് ബോണ്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. വാലൻസ് ബോണ്ട് തിയറി പറയുന്നത് ഇത് ആരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് പറയുക. ഡയറക്റ്റ് ക്വസ്റ്റിനെ ചോദിക്കത്തുള്ളൂ, അതിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കത്തില്ല. എക്സ്പ്ലെയിൻ വാലൻസ് ബോണ്ട് തിയറി. ആ വാലൻസ് ബോണ്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യണം? വാലൻസ് ബോണ്ട് തിയറി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന ഓർബിറ്റലുകളൊക്കെയാണ് ഉള്ളത്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മോളിക്യൂളിന്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് വാലൻസ് ബോണ്ട് തിയറി വഴി നമ്മൾ ചെയ്യുന്നത്. വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു ഓർബിറ്റലും വേറൊരു ഓർബിറ്റലും കൂടി ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് അവിടെ ബോണ്ട് ഉണ്ടാവുന്നത് എന്ന് പറയുന്ന തിയറി വാലൻസ് ബോണ്ട് തിയറിയാണ്. ഓവർലാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു സമയത്താണ് മിനിമം എനർജി വരുന്നത്. പിന്നെ അടുത്തോട്ട് ന്യൂക്ലിയസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനർജി കൂടും. അതിന് നമുക്കെല്ലാം ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ബോണ്ട് ഉണ്ടാവുന്ന എപ്പോഴെന്ന് പറഞ്ഞു? അട്രാക്റ്റീവ് ഫോഴ്സുകളുടെ അളവ് റിപ്പൽഷനെക്കാളും കൂടുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? കെമിക്കൽ ബോണ്ട് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു വാലൻസ് ബോണ്ട് തിയറിയാണ് എല്ലാ തിയറികളുടെയും അടിസ്ഥാനമായിട്ട് നമ്മൾ പറയുന്നത്. VSEPR തിയറി ആണെങ്കിലും ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണെങ്കിലും MO തിയറി ആണെങ്കിലും എല്ലാത്തിന്റെയും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയാസ് തരുന്ന ഒരു കൺസെപ്റ്റ് ആണ്, ഒരു തിയറിയാണ് എന്ന് പറയുന്നത് വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ തിയറി അതേപോലെ ചോദിക്കും. അതേപോലെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ എഴുതി വെച്ചാൽ മതി.
ക്ലിയർ ആണ്. അപ്പൊ വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്ന തിയറി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ VSEPR തിയറി നമ്മൾ ആൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു. വാലൻസ് ബോണ്ട് തിയറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൈബ്രിഡൈസേഷൻ ഉണ്ട്. ഹൈബ്രിഡൈസേഷന്റെ കുറച്ച് എക്സാമ്പിളുകൾ ഉണ്ട്. മോളിക്കുലർ ഓർബിറ്റൽ തിയറി ഉണ്ട്. അത്രയേ ഉള്ളൂ. അത് നമ്മൾ ഉറപ്പായിട്ട് ഒരു 3-4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണുക, പഠിക്കുക. ഏതെങ്കിലും എന്താണ് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങൾക്ക് ഇത് ഉപയോഗമായിട്ട് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ ബൈ.